പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. ബുദ്ധി വിൽക്കാം, അധ്വാനം വിൽക്കാം. പക്ഷെ ഇന്ന് ഏറ്റവും വേഗത്തിൽ പണം ഉണ്ടാക്കാൻ വിൽക്കപ്പെടുന്നത് സ്വന്തം ശരീരം. ഇതൊരു സാധാരണ ബിസിനസ് അല്ല, ഇതൊരു ലസ്റ്റ് ട്രാപ്പാ. നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ മിന്നിമായുന്ന ഒരു റീൽ മുതൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്ന ഓൺലി ഫൺ അക്കൗണ്ടുകൾ വരെ ഇതിനു പിന്നാലെ പ്രവർത്തിക്കുന്നത് കൃത്യമായ ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി വെച്ചുകൊണ്ടോ. മനുഷ്യന്റെ അടക്കാനാവാത്ത ലൈംഗിക വിശപ്പിനെ, ലാസ്റ്റ് ഹങ്കറിനെ എങ്ങനെയാണ് ഒരു $1 മില്യൺ ഇൻഡസ്ട്രി ആക്കി മാറ്റിയത്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡാർക്ക് സൈഡ് ഓഫ്. പണ്ടൊക്കെ നഗ്നത എന്ന് പറഞ്ഞത് ഒരു രഹസ്യമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു കണ്ടന്റ് മാത്രം. ഇൻസ്റ്റഗ്രാം റീൽസിൽ ബോഡി എക്സ്പോഷർ നടത്തുന്ന ഒരു ക്രിയേറ്റർ വെറുതെ ഒരു ഡാൻസ് കളിക്കല്ല ചെയ്യണേ. അവര് നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്രീഡ്, അത്യാഗ്രഹത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണേ. അവിടെ നിന്നാണ് ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിനുള്ള തുടക്കം. അവര് പറയും കൂടുതൽ കാണണമെന്നുണ്ടാ എങ്കിൽ എന്റെ ആ പെയ്ഡ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഡയലോഗ്. എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ ഏകാന്തതയും ആഗ്രഹങ്ങളെയും അവരൊരു ബിസിനസ് ആക്കി മാറ്റുന്നുണ്ട്. കുറെ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും എന്തുകൊണ്ട് മനുഷ്യർ ഇതിനു വേണ്ടിയിട്ട് മാത്രം പണം ചെലവാക്കണേന്ന്. ഉത്തരം സിമ്പിളൊക്കെ. ഡോപമൈൻ. ഒരു ക്രിയേറ്റർ തന്റെ ബോഡി പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണുന്ന ആളുകളുടെ തലച്ചോറിൽ ഒരു താൽക്കാലിക തൃപ്തി കിട്ടും. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും അവസാനിക്കില്ല. അതൊരു വിശപ്പായി മാറും. ആ വിശപ്പിനെ മുതലെടുക്കലാണ് അവരെ ഈ മെമ്പർഷിപ്പുകളും പ്രൈവറ്റ് ചാറ്റുകളും വിൽക്കണം. ഇതൊരു പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. അതായത് നിങ്ങൾ വിചാരിക്കും ആ ക്രിയേറ്റർക്ക് നിങ്ങൾ അറിയാമെന്ന്, പക്ഷെ അവർക്കറിയാവുന്നത് ജസ്റ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ മാത്രം. ഈ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഇല്ലെങ്കിൽ ഹീറോയിന്റെ കൂടെ നമുക്കൊരു ബന്ധമല്ലേ, ഒരു അറ്റാച്ച്മെന്റ്. നമ്മൾ അവരുടെ ഫാനാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ നമ്മൾ പറയാനില്ല. ആ സെയിം കാര്യം തന്നെ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, വേണമെങ്കിൽ വായിച്ചു നോക്കി, സൈഡിൽ വരും പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്താന്ന്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഒരു സാധാരണ ജോലി ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടിൽ 10 ഇരട്ടി പണം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ കിട്ടുമെന്ന് വരുമ്പോൾ അവിടെ ധർമ്മങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് അവസാനിക്കും. സ്വന്തം മാനത്തേക്കാൾ വലുത് ബാങ്ക് ബാലൻസ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ തന്നെ വളർന്നു തുടങ്ങി. ഇത് കേവലം പെണ്ണുടലുകളുടെ മാത്രം കഥയല്ല. ആണിന്റെയും പെണ്ണിന്റെയും നഗ്നത ഇന്ന് വിപണിയിൽ തുല്യമായ റേറ്റിൽ ലേലം വിളിക്കുന്നുണ്ട്. ലസ്റ്റ്, ഹങ്കർ ആൻഡ് ക്യാഷ്, ഈ 3 കാര്യങ്ങൾ ചേരുമ്പോൾ അവിടെ ഒരു എംപയർ രൂപപ്പെടും. ദ ലാസ്റ്റ് എംപയർ. ഈ ബിസിനസ്സിൽ ആരാണ് ജയിക്കണത്? ക്രിയേറ്ററോ അതോ പ്രേക്ഷകനോ? ക്രിയേറ്റർക്ക് പണം കിട്ടുന്നുണ്ട്, പക്ഷെ അവരുടെ സ്വകാര്യത എന്നേക്കുമായി നഷ്ടപ്പെടും. പ്രേക്ഷകന് താൽക്കാലിക സുഖം കിട്ടും, പക്ഷെ അവന്റെ മാനസിക രോഗം തകരും. നോക്കുമ്പോൾ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും തോന്നാം. അവർക്ക് പണം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷ്വൽസ് കിട്ടുന്നുണ്ട്. 2 ഭാഗത്തും ലാഭം മാത്രം. പക്ഷെ ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെയാണ് യഥാർത്ഥ നഷ്ടം ഒല്ലിയിരിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കേവലം ഒരു നിമിഷത്തെ ലസ്റ്റിന് വേണ്ടി നിങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ വളരുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ബലഹീനത, വീക്ക്നെസ് മുതലെടുക്കുന്ന ഒരു എംപയറാണ് അവിടെ വളരണം. അവർ വളരുന്നുണ്ട്, അവരുടെ ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കോ? നിങ്ങളുടെ പോക്കറ്റിലെ പണവും നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഒരു വശം നിങ്ങളുടെ മാനസിക രോഗവും അവിടെ ഹോമിക്കപ്പെടും. കട്ടെടുക്കപ്പെടും. ഇതൊക്കെ കാണണോ ഇല്ലെങ്കിൽ വേണ്ടേ, അത് നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമാണ്. അതിലേക്ക് ഇടപെടാൻ ആർക്കും അവകാശമല്ല, മീ ആൾസോ. പക്ഷേ ആ ജോയിൻ ബട്ടൺ അമർത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കുന്നതിന് മുമ്പോ ഒരു നിമിഷം ആലോചിക്കുക. ഇത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതോ നിങ്ങളുടെ ഉള്ളിലെ വിശപ്പിനെ മറ്റൊരാൾ ക്യാഷാക്കി മാറ്റുകയാണോ? തീരുമാനം എടുക്കേണ്ടത് താങ്കളാണ്, ഞാനല്ല. നിങ്ങളുടെ പണം, നിങ്ങളുടെ ജീവിതം. ഓക്കെ 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 ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് കുറച്ച് മുഖംമൂടിയൊക്കെ അയച്ചു മാറ്റാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വാക്കാണ് വുമൺ എംപവർമെന്റ്. പക്ഷെ സ്വന്തം നഗ്നത പണത്തിന് വേണ്ടി വിൽക്കുന്നതാണോ ശക്തീകരണം? എംപവർമെന്റ്. ഡ്രസ് ഇക്വാലിറ്റിനെ കുറിച്ചും വുമൺ ഇക്വാലിറ്റിനെ കുറിച്ചും ഗൗരവതര പ്രസംഗിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ? തുണി കൊടുക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിനെ ശക്തീകരണം, എംപവർമെന്റ് എന്ന് വിളിക്കല്. ഇത് യഥാർത്ഥ പോരാട്ടം നടത്തിയ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യ. ഇതൊരു ചോയ്സ് അല്ല, മറിച്ച് പണത്തിന് വേണ്ടിയുള്ള കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ബോഡി. ഇത്തരം കച്ചവടങ്ങളെ എംപവർമെന്റ് ആയിട്ടല്ല കാണുന്നത്. ഇന്ത്യയിൽ ഒബ്സീൻ അല്ലെങ്കിൽ സെക്ഷലി എക്സ്പ്ലീറ്റ് ആയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഇവിടെ കുറ്റകരമാണ്, അതായത് നിയമവിരുദ്ധമാണ്.
എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് മാത്രം വിചാരിക്കണ്ട കേട്ടോ. മെമ്പർഷിപ്പുകൾ വിൽക്കുന്നതും പെയ്ഡ് കമ്മ്യൂണിറ്റികളിലൂടെ നഗ്നത വിതരണം ചെയ്യുന്നതും ഇന്ത്യയിൽ നിയമപരമായി ക്രിമിനൽ കുറ്റമാണ്. ജയിലിൽ പോകാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സിനെയാണ് ഇവർ സമ്മത്വം എന്ന് വിളിച്ച് വെള്ളപൂശി അടിക്കണം. വിഷപ്പടക്കാൻ വേണ്ടി തെരുവ് ശരീരം വിൽക്കുന്നവരും ഐഫോണിൽ ലക്ഷറി ലൈഫിന് വേണ്ടി സ്ക്രീനിൽ നഗ്നത വിൽക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സത്യത്തിൽ തെരുവിലെ ആ പാവങ്ങൾ ഇതിനെക്കാട്ടിലും മാനേരാ. അവർക്ക് ആർത്തിയില്ല, സർവൈവലാണ് ലക്ഷ്യം. എന്നാൽ ഇവിടെ ഈ ഡിജിറ്റൽ വേശ്യകള്, ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വിൽക്കുന്നത് സ്വന്തം സ്റ്റാറ്റസ്, അന്തസ് അത്രമാത്രമേ ഉള്ളൂ. ഇനി ആലോചിക്കുക ഈ ഡിജിറ്റൽ ചന്തയിൽ ഇരകളായ നിങ്ങളെ കുറിച്ച്. അവർ ഈക്വാലിറ്റിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പണം തട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. അല്ല, നിങ്ങൾ നിയമവിരുദ്ധമായ ഒരു മാഫിയയുടെ ഭാഗമാകുകയാണ് ചെയ്യണത്. ഈ കച്ചവടത്തിൽ ആർക്കാണ് കൂടുതൽ നഷ്ടം? ഇവിടെ കുറച്ച് സത്യങ്ങളൊക്കെ പച്ചക്കരിക്കും. ഡോണ്ട് പാനിക് ഫോർ ദാറ്റ്. ഓക്കെ, നമുക്കൊരു ക്ലിയർ കൺക്ലൂഷനിലോട്ട് വരാം. ഫസ്റ്റ്, ആരെങ്കിലും ഇതിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുമെന്ന് മാത്രം വിചാരിക്കേണ്ട. ഞാൻ ചോദിക്കത്തില്ല, ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കില്ല. മനസ്സിലായോ? ഏതൊരു വ്യക്തിക്കും തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനും വസ്ത്രം ധരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രദർശിപ്പിക്കുമ്പോൾ കാര്യം മാറും. ഒരു സൊസൈറ്റി നമ്മൾ ജീവിക്കണം, സർവൈവൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സൊസൈറ്റിനോടും ആ സിസ്റ്റമിനോടും നമ്മൾ ശരിക്കുള്ള ഒരു ബഹുമാനം കൊടുത്തേ മതിയാവും. സപ്പോസ് നമ്മൾ ആ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ അത് തെറ്റായ ഒരു പ്രവർത്തനമായിട്ടേ കാണത്തുള്ളൂ ഈ സൊസൈറ്റി. പിന്നെ എല്ലാവർക്കും ഈ നിയമങ്ങൾ എന്തിനാ ഈ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറയാം എന്തിനാണ്. ഇന്ത്യൻ നിയമപ്രകാരം ഇതൊരു തെറ്റായ പ്രവർത്തനമാണ്. പക്ഷെ ഇതൊരു ഗ്രേ സൈഡ് കൂടിയാണ്. കാരണം ഇന്ത്യയിൽ പ്രൈവറ്റായി സെക്ഷൽ സർവീസുകൾ വിൽക്കുന്നത് നിയമപരമായി കുറ്റമല്ല. പക്ഷെ അത് ഗ്രൂപ്പായോ ബിസിനസ് മോഡലുകളായോ അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യുന്നതോ ചെയ്യുമ്പോൾ അത് പ്രശ്നമാകും. ഇവര് ചെയ്യുന്നത് കൃത്യമായി ഈ രണ്ടിന്റെ ഇടയ്ക്കാണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാലും ഓൺലൈനായി സെല്ല് ചെയ്യുന്നത് കൊണ്ട് തെറ്റും ശരിയും കലർന്ന ഒരു ഗ്രേ ഷെയ്ഡ് ആവണം ഈ കാര്യം. അതുകൊണ്ടാണ് ഈ ജസ്റ്റിസ് സിസ്റ്റമിന് പോലും ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവണം ഇതിൽ. എന്നിരുന്നാലും ഇത് ശരിയോ തെറ്റോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇത് തെറ്റാ. ഇത് മാറണം എന്ന് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തേ മതിയാവൂ. ഈ ലൂപ്സുകൾ ഉപയോഗിക്കുന്നവരായാലും ഈ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് ആയാലും നമ്മൾ നമ്മുടെ വോയിസ് ഉയർത്തുകയാണ് വേണ്ടത്. അതാണ് ഇത്തരം കാര്യങ്ങളെ തടയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയാൻ പറ്റുക. ഇതൊരു പ്രൈവറ്റായി ചെയ്യുന്ന കാര്യം ആയാലും പബ്ലിക് മീഡിയത്തിലോട്ട് വരുമ്പോൾ ഇത് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് ഒരു തെറ്റായ ഇൻസ്പിറേഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഇത് ഈ സൊസൈറ്റിനെ ഒരു തെറ്റായ വഴിത്തിരിവിലേക്ക് തിരിച്ചുവിടും. ഇന്നിത് സുഖമായിട്ടൊക്കെ തോന്നാം, പണം വേഗം കിട്ടും. പക്ഷെ വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ ഫലം നിന്റെ മരണത്തെക്കാൾ വലിയൊരു വേദന തരും. ഞാൻ ചുമ്മാ പറയണല്ല, നിങ്ങൾക്ക് മിയ ഖലീഫേനെ അറിയാലോ. അവൾ ഒരു പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂകളിലൊക്കെ തന്റെ അനുഭവം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില മാസങ്ങൾ മാത്രം ആ ലോകത്ത് നിന്നിട്ടും അതിന്റെ ഫലം ജീവിതം മുഴുവൻ അവളെ പിന്തുടർന്നിട്ടുണ്ട്. അവൾക്ക് സാധാരണ ജോലി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലായിടത്തും വിസ്പേഴ്സ്, പ്രൈവസി നഷ്ടപ്പെടൽ, ഡീപ് ഷെയിം എന്നൊക്കെ ഇതൊക്കെ അവൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് മാത്രമല്ല, ഇതുപോലെയുള്ള ധാരാളം ഡിജിറ്റൽ സെക്ഷൽ വർക്കേഴ്സ് പിന്നീട് വലിയ റിഗ്രറ്റ്, മാനസിക പ്രശ്നങ്ങൾ, സാധാരണ ജീവിതം നഷ്ടപ്പെടൽ എന്നിവയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഡസ്ട്രീനെ കുറിച്ച് കൂടുതലൊന്നും പോകണില്ല, കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം വീഡിയോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പണവും ഫെയിമും ഒക്കെ കിട്ടിയ ശേഷം ഒരു സാധാരണ ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എല്ലാം കിട്ടിയിട്ട് ഒരു ദിവസം നീ ചിന്തിക്കും, എന്തിനാ ഞാൻ ഇത് ചെയ്തേന്ന്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഓരോ പണവും വെറും പേപ്പറായി മാറും. നാളെ നിന്റെ ജീവിതത്തെ ഇതൊരു വിഷപ്പാമ്പിനെ പോലെ തിന്നു തീർക്കും. ഇതിലോട്ട് ഓവറായിട്ട് ഞാൻ പോണില്ല. ഇത് ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ട് മാറും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്നിട്ട് ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം. അപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ ഇത് നിർത്താൻ പോവാം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യം. ഇത് കാണുന്നവർ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, ചെയ്യുന്ന നിന്നെയും ഒരു ദിവസം അഫക്റ്റ് ചെയ്യും. അപ്പം നിനക്ക് മനസ്സിലാവും. സോ ഇന്ന് അത് നിന്നെ സുഖിപ്പിക്കും, നാളെ നിന്നെ തന്നെ തിന്നു തീർക്കും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് വെറും മലയാളത്തിലായിരിക്കും സംസാരിച്ചിരിക്കുക. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, കുറേ മിസ്റ്റേക്സ് കാണും. ഓക്കെ, ഐ ആം റോയ്. ദിസ് ആർ മൈ സ്റ്റുപ്പിഡ് തോട്ട്സ്. ബൈ 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 ബൈ. ലവ് യു.